ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലിഹാകാലം 6-ാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ അന്ധന് കാഴ്ച നൽകുന്നതും അതുപോലെ തന്നെ ഊമനെ സുഖമാക്കുന്നതും ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായി നിയോഗിക്കുന്നതുമാണ് ഇന്നത്തെ വായനകൾ. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഈശോ 2 അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നത്. ദൈവവിളിയുമായി, പ്രത്യേകിച്ച് പൗരോഹിത്യ ദൈവവിളിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വായനകൾ. ആദ്യ വായനയിൽ ലേവ്യരുടെ പുസ്തകത്തിൽ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതും വിശദീകരിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ വായിച്ചു കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. 2-ാം വായനയിൽ യേശയ്യാ പ്രവാചകന്റെ വിളിയാണ് സൂചിപ്പിക്കുക. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനായി താൻ പോകാനുള്ള സന്നദ്ധത പ്രവാചകൻ അറിയിക്കുന്നു. ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ദൈവവിളിയെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ലൗകിക മാനദണ്ഡമനുസരിച്ച് ആരും തന്നെ അതിന് യോഗ്യരല്ല എന്നുള്ള നിഗമനത്തിലാണ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുക. പിന്നെ ആരും അഹങ്കരിക്കാതിരിക്കാൻ ഭോഷന്മാരായാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്നാണ് ശ്ലീഹയുടെ പക്ഷം. യേശു 2 അന്ധന്മാർക്ക് കാഴ്ച നൽകുന്ന വിവരണം ഇവിടെയും 20-ാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അകലം അറിയാത്തത് കൊണ്ടാവണം അന്ധന്മാർ ഉച്ചത്തിൽ കരഞ്ഞപേക്ഷിക്കുന്നത്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 35-ാമത്തെ തിരുവചനം അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സുഖമാക്കപ്പെട്ട ശേഷം അവർ ഒരുമിച്ച് യേശുവിന് സാക്ഷ്യം നൽകി എന്നാണ് പറയുക. യേശുവിനെ അനുഗമിച്ച് ഒരു വീട്ടിലെത്തിയപ്പോഴാണ് യേശുവും അന്ധരും തമ്മിൽ സംസാരിക്കുന്നതും യേശു അവർക്ക് കാഴ്ച നൽകുന്നതും. ആരുടെ വീട്ടിലാണ് യേശു എത്തിച്ചേർന്നതെന്ന് വ്യക്തമല്ല. യേശുവും അന്ധരും തമ്മിലുള്ള സംഭാഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിഷയം വിശ്വാസമാണ്. തനിക്ക് അവരെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസം അവർക്ക് ഉണ്ടോ എന്ന് യേശു അന്വേഷിക്കുകയാണ്. ഉണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ രക്തസ്രാവക്കാരിയുടെ സ്ത്രീയുടെയും ഭരണാധികാരിയുടെയും വിശ്വാസത്തിന് നേരെ പ്രതികരിച്ചതുപോലെ യേശു അന്ധരോടും പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന്. യേശു കർത്താവാണെന്നും രക്ഷ നൽകാൻ അവിടത്തേക്ക് കഴിയുമെന്നുമുള്ളതാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം. ലോകകപ്പിൽ ഓരോ ടീമും കിരീടം നേടാൻ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ എല്ലാവർക്കും കപ്പ് ലഭിക്കില്ല. അവസാനം ഒരു ടീം മാത്രമാണ് ചാമ്പ്യന്മാരാകുന്നത്. അതുപോലെ ഇന്നത്തെ സുവിശേഷത്തിൽ 2 അന്ധന്മാർ ഈശോയുടെ പിന്നാലെ പോകുന്നു. അവർ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന്. വിജയിക്കണമെങ്കിൽ കഴിവ് മാത്രം പോരാ, വിശ്വാസവും വേണമെന്ന് ഈ സംഭവം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഈ സുവിശേഷത്തിലെ 2-ാമത്തെ അത്ഭുതമാണ് ഊമന് സംസാര ശക്തി നൽകുന്നത്. മറ്റ് അത്ഭുതങ്ങളിലെന്ന പോലെ യേശുവും രോഗിയും തമ്മിലുള്ള സംഭാഷണം ഇവിടെ ഇല്ലാത്തത് ഊമന് സംസാരശേഷി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് യേശു ഇവിടെ സംസാരിക്കുന്നില്ല. എന്നാൽ ജനങ്ങളുടെ പ്രതികരണമാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. ഇതുപോലെയുള്ള ഒരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന്. യേശുവിൻ്റെ അധികാരത്തിൻ്റെയും ശക്തിക്കും ജനങ്ങൾ നൽകുന്ന അംഗീകാരവും സാക്ഷ്യവുമാണ്. മുൻവിധി കൂടാതെ ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ യഹൂദ നേതൃത്വത്തിന് യേശുവിൽ അവർ കാത്തിരുന്ന രക്ഷകന്റെ മഹത്വം കാണാനായില്ല. മറിച്ച് അവർ പിശാചുക്കളുടെ തലവനിലാണ് മഹത്വവും ശക്തിയും കണ്ടത്.
യേശുവിൽ പ്രവർത്തിച്ചത് ബെത്സെബൂലിൻ്റെ ശക്തിയാണത്രേ. ഏശയ്യായുടെ പുസ്തകം 35 അധ്യായത്തിലും 29 അധ്യായത്തിലും ഊമനെ സ്വതന്ത്രനാക്കുന്ന ഒരു വിമോചകൻ, രക്ഷകനാണ് എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ 3-ാമത്തെ ഭാഗമാണ് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനായിട്ട്. കാരണം വിളവ് അധികമാണ്, ആ വിളവിൻ്റെ വേലക്കാര് വളരെ ചുരുക്കമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം, ലോകകപ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണികളും ആരാധകരുമാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഒട്ടനവധി നീളമുള്ള ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും നമ്മൾ ഉയർത്താറുണ്ട്. എന്നാൽ കളിക്കാർ വളരെ കുറവാണ്. കാണികൾ കൈയടിക്കും, പക്ഷേ കളിക്കാർ മൈതാനത്ത് ഇറങ്ങി വിയർക്കും. ക്രൈസ്തവ ജീവിതത്തിലും അതുതന്നെയാണ്. സഭയിൽ കാണികളായി നിൽക്കാൻ എളുപ്പമാണ്, എന്നാൽ സുവിശേഷത്തിൻ്റെ വേലക്കാരാകാൻ ത്യാഗവും സമർപ്പണവും ആവശ്യമാണ്. ഇന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക, പ്രത്യേകിച്ച് ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ലോകകപ്പിൽ കിരീടത്തിനായി പോരാടുന്നത് പോലെ നിത്യജീവൻ്റെ കിരീടത്തിനായി നമ്മൾ പരിശ്രമിക്കാറുണ്ടോ എന്ന്. കളിക്കാർ പരിശീലകന്റെ നിർദ്ദേശം അനുസരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കാറുണ്ടോ എന്ന്. നാം വെറും ആരാധകരാണോ, അതോ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരും സുവിശേഷത്തിൻ്റെ വേലക്കാരാണോ എന്ന്. ലോകകപ്പിൽ ഓരോ ടീമും അതാത് രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. എന്നാൽ ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. ലോകകപ്പ് കിരീടം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾക്ക് കൈമാറും. എന്നാൽ ക്രിസ്തു നൽകുന്ന നിത്യജീവൻ്റെ കിരീടം ഒരിക്കലും നശിക്കുകയില്ല, ആർക്കും വേറൊരാൾക്ക് കൈമാറുകയില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവനായിട്ട്, രാജാവായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.